മഹാരാഷ്ട്രയിൽ ബി.ജെ.പി. നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രണ്ടാഴ്ചയോളം നീണ്ട സ്തംഭനാവസ്ഥയ്ക്കൊടുവിലാണ് മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫഡ്നാവിസും ഉപമുഖ്യമന്ത്രിമാരായി അജിത് പവാറും ഏക്നാഥ് ഷിൻഡെയും സത്യപ്രതിജ്ഞ ചെയ്തത്. മഹാരാഷ്ട്രയിൽ മഹാവിജയം നേടിയിട്ടും ബി.ജെ.പി. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടും ദിവസങ്ങൾ നീണ്ട രാഷ്ട്രീയ ചർച്ചകൾക്കും മുഖ്യമന്ത്രിയാരെന്ന അഭ്യൂഹങ്ങൾക്കും ഒടുവിലാണ് ഫഡ്നാവിസ് സർക്കാർ അധികാരത്തിലേറുന്നത്. ദേവേന്ദ്ര ഫഡ്നാവിസ് മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. मी महाराष्ट्र राज्याचा मुख्यमंत्री म्हणून माझी कामे निष्ठापूर्वक व सचोट विवेक बुद्धीने पार पाडेल आणि संविधान व कायदा यानुसार എൻ.സി.പി. നേതാവ് അജിത് പവാർ, ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെ എന്നിവർ ഉപമുഖ്യമന്ത്രിമാരായും ചുമതലയേറ്റു. രാഷ്ട്രീയ, വ്യവസായ, സിനിമാ മേഖലകളിലെ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത് ഷാ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ, ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നഡ്ഡ, രാജ്നാഥ് സിംഗ് തുടങ്ങിയവർക്കൊപ്പം യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ബോളിവുഡ് സിനിമാ മേഖലയിൽ നിന്ന് ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ, സഞ്ജയ് ദത്ത് തുടങ്ങിയവരും ക്രിക്കറ്റ് താരം സച്ചിൻ തെണ്ടുൽക്കർ, വ്യവസായ പ്രമുഖരായ മുകേഷ് അംബാനി, അനിൽ അംബാനി, ആനന്ദ് അംബാനി തുടങ്ങിയവരും സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തി. അതേസമയം വകുപ്പുകളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ നിലനിൽക്കെയാണ് മന്ത്രിസഭാ വികസനം ഡിസംബർ 11-നുണ്ടാകുമെന്ന തീരുമാനം. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.